2020 സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് പറയാനും BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് പറയാനുമായിട്ട് വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാഹളം വന്നതോടുകൂടി തന്നെ ആകെ അതിന്റെ ചൂടിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. 2020 അപ്രതീക്ഷിതമായി ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതും കുന്നത്നാടിൽ സ്ഥാനാർത്ഥിയായി ബാബു ദിവാകരൻ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് നിന്നിരുന്ന ബാബു ദിവാകരനാണ് ഇപ്പോൾ 2020യുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കുന്നത്നാടിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല. സാബു എം ജേക്കബ് മത്സരിക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുള്ളത്. കാരണം തൃപ്പൂണിത്തറയിലടക്കം സാബു എം ജേക്കബ് മത്സരിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹം മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ള സൂചന കൂടിയുണ്ട്. ഒപ്പം തന്നെ സീറ്റ് വിഭജനം കൂടി NDAയിൽ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. 6 സീറ്റുകൾ ഇപ്പോൾ കൊച്ചി, എറണാകുളത്ത് 2020 മത്സരിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. അങ്ങനെ 20 സീറ്റുകൾ 2020ക്ക്, 20 സീറ്റുകൾ BDJS എന്നുള്ള നിലയ്ക്കാണ് BJP കണക്ക് കൂട്ടുന്നത്. NDAയിൽ ഇതിനോടകം തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തുനിന്ന് വട്ടിയൂർക്കാവും നേമവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏറെക്കുറെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ അനൌദ്യോഗികമായിട്ടുള്ള ഒരു പ്രചാരണം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം കളത്തിലിറക്കുക, പരമാവധി വോട്ട് ശതമാനം ഉയർത്തുക, ഒരു 2 അക്കത്തിലേക്ക് വിജയിച്ച് കയറുക എന്നുള്ളത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിൽ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് 2020യിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ 2020ക്ക് സീറ്റ് നൽകുക എന്നുള്ളതിലേക്ക് എത്തുന്നു. ആ സീറ്റ് വിഭജനം അതിൻ്റെ അന്തിമ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. നാളെയോ മറ്റന്നാളോ ആയി ഈ പട്ടിക പുറത്തുവിടുക, അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കളന്നിറയുക എന്നുള്ളത് BJP പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇപ്പോൾ LDF ഇതിനോടകം തന്നെ എല്ലായിടത്തും തന്നെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കരയിലാണ്. ഇവിടെ അഡ്വക്കേറ്റ് S പുഷ്പദാസ് ആണ് സ്ഥാനാർത്ഥിയാകുന്നത്. അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രചാരണ പരിപാടികൾക്ക് ഇവിടെ നിന്ന് തുടക്കം കുറിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ളവയുമായി കളന്നിറയുകയാണ്. ആദ്യ ലാപ്പിൽ മുന്നിലെത്തുക എന്നുള്ളത് തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. അതിനോടൊപ്പം ഇനിയിപ്പോൾ UDFന്റെ ആരൊക്കെ മത്സരിക്കുമെന്നുള്ളതിൻ്റെ പട്ടിക കൂടി പുറത്തു വരാൻ നിൽക്കുന്നു. അതിൽ കൊച്ചിയിൽ എടുത്തു പറയേണ്ടത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രതിസന്ധി UDFനെ സംബന്ധിച്ച് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി പോലും കേരള കോൺഗ്രസുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചകൾ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. അതിൽ 10 സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസും PJ ജോസഫ് വിഭാഗം പറയുമ്പോൾ അതിൽ 2 ഇടുക്കിയും ഏറ്റുമാനൂരും ഏറ്റെടുക്കണമെന്നുള്ളതിൽ കോൺഗ്രസും കടമ്പിടുത്തം പിടിക്കുന്നു. അതിലൊരു അനുനയ നീക്കങ്ങൾ ഇന്ന് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ 3 മുന്നണികളും കളന്നിറയുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.